നിന്നെ ഒന്നും പറയാതെ പോയാലെങ്ങനെ? എനിക്കറിയണം നിരഞ്ജനെന്ത് ഭാവിച്ചാണെന്ന്. സാറ് ചോദിച്ചു കേട്ടില്ല. മാലിനിയുടെ വീട്ടിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം ആ പ്രശ്നത്തിൽ ഞാൻ തീർത്തും നിരപരാധിയാണ്. പിന്നെ ആരാ തെറ്റിയത്? അവളാണോ? ആ മാലിനി? അതോ നാട്ടുകാരോ? ഞങ്ങൾ ഒരേ പ്രൊഫഷനിലുള്ളവരാണ്. അതിലുപരി സുഹൃത്തുക്കളുമാണ്. ഞങ്ങൾ തമ്മിൽ കാണും, സംസാരിക്കും. അതിന് ഇവർക്കെന്താ? അന്തസ്സുള്ളവർ പറയുന്ന മറുപടിയല്ല നിരഞ്ജൻ ഇപ്പൊ പറഞ്ഞത്. പാതിരാത്രിക്കൊരു വീട്ടില് മുറിയടച്ചിരുന്ന് ചർച്ച ചെയ്യാൻ മാത്രം എന്ത് പ്രൊഫഷണൽ ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്? ഇത്തവണ രക്ഷപ്പെട്ടു എന്ന് കരുതി എല്ലാ തവണയും അങ്ങനെ സംഭവിക്കുമെന്ന് കരുതണ്ട. ആ ഓൺലൈൻ എടുത്ത് നോക്ക്, ചിലപ്പോൾ അത് വാർത്തയായിട്ട് വന്നു കാണും. എന്തു വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. എന്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഞാനോ മാലിന്യോ തെറ്റുകാരല്ല. പിന്നെ വീട് അടച്ചിരുന്ന് സംസാരിച്ചു എന്നുള്ളത് അത് മറ്റുള്ളവർ അറിയേണ്ട ആവശ്യമില്ല. സ്വന്തം വീട്ടിൽ വെച്ച് ഒരേ പ്രൊഫഷൻ നോക്കുന്ന ഒരു ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ ഈ നാട്ടില് ഏതൊരാൾക്കും അവകാശമുണ്ട്. ഇത് യൂറോപ്പല്ല, കേരളമാണ്. ഇവിടെ ശരിയെന്നും തെറ്റെന്നും സമൂഹം വിചാരിക്കുന്ന പലതുമുണ്ട്. അതനുസരിക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്. നിരഞ്ജൻ സാർ എന്തൊക്കെ പറഞ്ഞാലും ചെയ്തത് തെറ്റായി പോയി. ഭാഗ്യം കൊണ്ടാ നാട്ടുകാർ കൈകാര്യം ചെയ്യാതെ വിട്ടത്. ഇനി ഇത് ആവർത്തിച്ച അവര് വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ട. അവരെന്ത് ചെയ്യും? എന്നെ കൊല്ലുവോ? അതെ സാറേ, കൊല്ലും. വേണ്ടി വന്നാൽ അവരങ്ങനെ ചെയ്യാനും മടിക്കില്ല. പ്രകോപിതരായി വരുന്ന ജനക്കൂട്ടത്തിന് എന്ത് ചെയ്യാനും മടിയുണ്ടാവില്ല. ജനക്കൂട്ടത്തിന് അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്കും പലതും ചെയ്യാൻ പറ്റും. കയ്യൂക്ക് കാണിച്ച് എന്നെ വരട്ടാന്ന് ആരും വിചാരിക്കണ്ട. ഞാനതിന് നിന്നു തരില്ല. അപ്പോ നിരഞ്ജനപ്പോ നന്നാകാനുള്ള തീരുമാനമൊന്നുമില്ല. അതെ, സാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നന്നാവലേ എന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട സാറേ. ആ പറയുന്നത് ശരിയല്ല. താൻ ആരാ എന്നെ ഉപദേശിക്കാൻ? തനിക്ക് സാറിനോട് എന്തും പറയാം. എന്നോട് പറയുന്നത് സൂക്ഷിക്കണം. നിരഞ്ജന് ഗുണമുണ്ടാകാൻ വേണ്ടിയാ സ്വാമി ഓരോന്ന് പറയുന്നത്. ആ ഗുണം എനിക്ക് വേണ്ട സാറേ. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. അല്ലെങ്കിലും എല്ലാവരുടെ ഉപദേശങ്ങൾ കേട്ട് കേട്ട് മടുത്തു. ഇനി അത് വേണ്ട. എനിക്കറിയാം എന്ത് വേണമെന്ന്. ഞാൻ അതുപോലെ ചെയ്യൂ. ഇനി നിനക്കാവാം. സാറ് ചോദിക്കാനുള്ള മുഴുവൻ ചോദിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ ഊഴവാ. എനിക്കൊരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. ആത്മാർത്ഥമായൊരു മറുപടി അതിന് നിങ്ങൾ എനിക്ക് തരണം. ചോദിക്ക്. എന്ത് വേണമെങ്കിലും ചോദിക്കും. തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നീ ചോദിക്കുമോളെ. ചോദിക്കാനുള്ളത് ചോദിച്ചു തന്നെ തീരണം. അക്ഷര മേഡം ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് നിരഞ്ജൻ സാറിന് മറുപടി ഉണ്ടാവില്ല. അത് താനാണോ തീരുമാനിക്കുന്നത്? തനിക്കൊക്കെ ഇതൊരു പ്രശ്നമായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാ. താനൊക്കെ എന്നെപ്പോലൊരു പ്രൊഫഷണൽ കോളേജിൽ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുമായിരുന്നു. നിരഞ്ജൻ പഠിച്ച അതേ കോളേജിൽ ഞാൻ പഠിച്ചിട്ടുമുണ്ട്, പഠിപ്പിച്ചിട്ടുമുണ്ട്. എന്നിട്ടും നിരഞ്ജൻ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്നാ ഞാനും ആലോചിക്കുന്നത്. ചിലപ്പോ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടായിരിക്കും. അല്ലാതെ നിരഞ്ജന്റെ കുഴപ്പം കൊണ്ടല്ല. അല്ല. എന്താ അക്ഷരമൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? ചോദിക്കാനുള്ള ചോദിക്ക്. നിങ്ങൾ ഈ മാലിനിയെ അർദ്ധരാത്രി മാലിനിയുടെ വീട്ടിൽ വെച്ച്
നാട്ടുകാര് വീട് വളഞ്ഞു പിടിച്ചു. അതിനെക്കുറിച്ചാണല്ലോ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവര് പറയുന്ന പോലെയല്ല കാര്യങ്ങള്. നിങ്ങൾക്ക് പകരം ഞാനാണെന്ന് വിചാരിക്കും. മാലിനിക്ക് പകരം എന്റെ ഒരു ആൺ സുഹൃത്തും. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഞാൻ പറയുന്നത് മുഴുവൻ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കൂ, അതോ എന്നെ തള്ളി പറയൂ? എന്താ നിരഞ്ജൻ, നാവിറങ്ങിപ്പോയോ? മറുപടി പറ. ഭാര്യ അങ്ങനെ ചെയ്താ അടിച്ച് കാരണം പുകച്ചു കളയും ഏതൊരാണും. അതിലെന്താ ഇത്ര സംശയം? ചോദ്യം ഇതുപോലെയൊന്നും ആയിരിക്കുന്ന തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്താ എനിക്ക് ആൻസർ തരാത്തത്? പറയ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. പക്ഷെ ഇപ്പൊ നടന്നതുപോലെയല്ല നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കൂ, അതോ വീട്ടിൽ കേട്ടത് ഇറക്കി വിടൂ? ഞാനൊരു ആണാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പറ്റുമെങ്കിൽ എന്നെ വിശ്വസിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്ന് നിന്നേ. എന്റെ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. അല്ലാതെ എന്റെ നാവിൽ നിന്ന് ഇപ്പൊ ഒരു മറുപടി അത് നീ പ്രതീക്ഷിക്കണ്ട. അത് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പൊ ഇവിടെ വെച്ച് ഇതുപോലൊരു സദസ്സില് എന്റെ മറുപടിക്ക് ഒരു പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഒട്ടും കുറ്റബോധം തോന്നുന്നില്ലേ? ഇല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനു കുറ്റബോധം തോന്നണം? ശരി, ഞാനിത് വിശ്വസിക്കാം. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാൻ ഞാൻ തയ്യാറാ. നിങ്ങൾ തയ്യാറാണോ?